ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയമുള്ള ഖുർആൻ പഠിതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പരിശുദ്ധ ഖുർആനിലെ 52-ാം സൂറത്തും 27-ാം ജുസിൽ ആകെയുള്ള 6 പൂർണ്ണ സൂറത്തുകളിൽ ആദ്യ സൂറത്തുമായ സൂറ അത്തൂർ കഴിഞ്ഞ 12 ക്ലാസ്സുകളിലൂടെ നാം മനസ്സിലാക്കി. ഇന്ന് ഈ സൂറത്തിൻ്റെ അവലോകന ക്ലാസ്സാണ്. അത്തൂർ എന്നാൽ ആ പർവ്വതം എന്നാണ് അർത്ഥം. പർവ്വതങ്ങളുടെ വർഗം എന്നും അർത്ഥമുണ്ട്. ഈ സൂറത്തിലെ ആദ്യ ആയത്തിൽ ഈ പദം വന്നിട്ടുണ്ട്. ഈ സൂറത്തിൽ 49 ആയത്തുകളാണുള്ളത്. 49 ആയത്തുകൾ മാത്രമുള്ള ഒരേ ഒരു സൂറത്ത് ഈ സൂറത്താണ്. ഈ സൂറത്ത് മക്കയിൽ അവതരിച്ച സൂറത്താണ്, അതായത് മക്കിയ ആണ്. ഇതിൽ 2 റുക്കൂകളാണുള്ളത്. ഒന്നാം റുക്കൂയിൽ 1 മുതൽ 28 വരെയുള്ള ആയത്തുകളും രണ്ടാം റുക്കൂയിൽ 29 മുതൽ 49 വരെയുള്ള ആയത്തുകളുമാണുള്ളത്. എന്താണ് റുക്കൂ എന്ന് നമുക്കറിയാമല്ലോ അല്ലേ? മുൻകാല പണ്ഡിതന്മാർ നിസ്കാരത്തിലൊക്കെ ഖുർആൻ ഓതുന്ന സമയത്ത് ഒരു പ്രത്യേക വിഷയം പൂർത്തിയാകുന്ന സമയത്താണ് അവർ റുക്കൂയിലേക്ക് പോവുക. ഖുർആൻ ഓത്ത് നിർത്തിയിട്ട് റുക്കൂയിലേക്ക് പോകുന്നത് ഒരു വിഷയം പൂർത്തിയാകുമ്പോഴാണ്. അത്തരം സ്ഥലങ്ങളെയാണ് റുക്കൂ എന്ന് പറയുന്നത്. പഴയ മുസ്ഹഫുകളിലൊക്കെ ഐൻ എന്നുള്ള അക്ഷരം കൊണ്ട് ആ ഒരു ഭാഗം സൂചിപ്പിക്കാറുണ്ടായിരുന്നു. ഇപ്പോൾ പുതിയതായിട്ട് ഇറങ്ങുന്ന മുസ്ഹഫുകളിലൊന്നും പൊതുവെ അത് കാണാറില്ല. ഈ സൂറത്തിൻ്റെ തുടക്കം സത്യം ചെയ്യുന്ന വാവ് കൊണ്ടാണ്. ഇങ്ങനെയുള്ള തുടക്കമുള്ള 14 സൂറത്തുകളാണ് പരിശുദ്ധ ഖുർആനിലുള്ളത്. ജുബൈർ ഇബ്നു മുത്തഇം റളിയല്ലാഹു അൻഹു ഇസ്ലാം സ്വീകരിക്കാൻ ഈ സൂറത്ത് കാരണമായിട്ടുണ്ട്. ഇത് ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ ഈ സൂറത്തിൻ്റെ ആദ്യ ആയത്തിൻ്റെ ക്ലാസ്സിൽ നമ്മൾ വിശദീകരിച്ചതാണ്. അതുകൊണ്ട് ഇവിടെ അത് ആവർത്തിക്കുന്നില്ല. ഈ സൂറത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രബോധനത്തിന് നേരെ പരിഹാസവും നിഷേധവും അപവാദ പ്രചരണവുമൊക്കെ ശക്തിപ്പെട്ട കാലത്ത് അവതരിച്ച സൂറത്താകാനാണ് സാധ്യത. ഉള്ളടക്കത്തിൽ നിന്ന് അങ്ങനെയാണ് മനസ്സിലാകുന്നത്. എന്നാൽ അക്രമമർദ്ദനങ്ങൾ ആരംഭിച്ചിട്ടില്ലാത്തതുമായ കാലത്ത്. ആദ്യ റുക്കൂയിലെ വിഷയം പരലോകമാണ്. ആ പരലോകം സംഭവിക്കുക തന്നെ ചെയ്യുമെന്നും അത് നിലവിൽ വരുന്നത് തടയാൻ ആർക്കും സാധ്യമല്ല എന്നും ഉറപ്പിച്ചു പറഞ്ഞുകൊണ്ടാണ് സൂറത്തിൻ്റെ തുടക്കം. അത് വന്നെത്തുന്ന സമയത്ത് അതിനെ തള്ളിപ്പറഞ്ഞവരുടെ അവസ്ഥയും അതിനെ അംഗീകരിച്ചവർക്ക് അള്ളാഹു നൽകുന്ന അനുഗ്രഹങ്ങളും തുടർന്ന് പറയുന്നു. രണ്ടാം റുക്കൂയിൽ ഖുറൈശി തലവന്മാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രബോധനത്തിനെതിരെ സ്വീകരിച്ച നിലപാടിനെ വിമർശിക്കുന്നു. അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ചിലപ്പോൾ ജ്യോത്സ്യനെന്നും ചിലപ്പോൾ ഭ്രാന്തനെന്നും ചിലപ്പോൾ കവി എന്നുമൊക്കെ വിളിച്ചത് അള്ളാഹു എടുത്തു പറയുന്നു. അയാൾക്ക് വല്ല ആപത്തും വന്നു ഭവിച്ചാൽ നമുക്ക് ഇയാളിൽ നിന്ന് രക്ഷപ്പെടാമെന്ന് അവർ പരസ്യമായി പറയുകയും ചെയ്തിരുന്നു. ഈ ഖുർആൻ സ്വയം കെട്ടിച്ചമച്ച് ദൈവത്തിൻ്റെ പേരിൽ അവതരിപ്പിക്കുകയാണെന്നും അവർ അദ്ദേഹത്തെ ആക്ഷേപിച്ചു. അദ്ദേഹത്തിൻ്റെ പ്രബോധനം അവസാനിപ്പിക്കുന്നതിനുള്ള ഉപായം തേടി നിരന്തരം അവർ ഗൂഢാലോചനകൾ നടത്തിക്കൊണ്ടിരുന്നു. അവരുടെ നിലപാടിനെ വിമർശിച്ച് ഒന്നിനു പിറകെ ഒന്നായി അള്ളാഹു ചില ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. അവയിൽ ഓരോന്നും ഒന്നുകിൽ അവരുടെ ഏതെങ്കിലും വിമർശനത്തിനുള്ള മറുപടിയാണ്, അല്ലെങ്കിൽ അവരുടെ അവിവേകത്തെ തുറന്നു കാണിക്കുന്നതാണ്. ഇക്കൂട്ടരെ താങ്കളുടെ പ്രവാചകത്വം അംഗീകരിപ്പിക്കുന്നതിന് വേണ്ടി ഒരു ദിവ്യാത്ഭുതം കാണിക്കുന്നത് നിഷ്ഫലമാണെന്നാണ് തുടർന്ന് പറയുന്നത്. രണ്ടാം റുക്കൂയിൻ്റെ തുടക്കത്തിൽ അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഉപദേശിക്കുന്നുണ്ട് അവരുടെ ആരോപണങ്ങളും വിമർശനങ്ങളും വകവെക്കാതെ പ്രബോധന പ്രവർത്തനം നിരന്തരം തുടരുക എന്ന്. അള്ളാഹുവിൻ്റെ തീരുമാനം വരുന്നതുവരെ എതിർപ്പുകളെ ക്ഷമാപൂർവ്വം നേരിട്ട് മുന്നോട്ട് പോകണമെന്ന് സൂറത്തിൻ്റെ അവസാന ഭാഗത്ത് അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഊന്നി പറയുന്നുണ്ട്. അതോടൊപ്പം അദ്ദേഹത്തെ ഇപ്രകാരം സമാശ്വസിപ്പിക്കുകയും ചെയ്യുന്നു: താങ്കളെ സത്യനിഷേധികൾക്കെതിരിൽ നിയോഗിച്ചയച്ചിട്ട് അപ്പടിയങ്ങ് ഉപേക്ഷിക്കുകയല്ല. അള്ളാഹു താങ്കളെ ശരിക്കും നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. അവൻ്റെ തീരുമാന സമയം ആസന്നമാകുന്നത് വരെ താങ്കൾ എല്ലാം സഹിക്കുക, നാഥനെ സ്തുതിക്കുകയും പ്രകീർത്തിക്കുകയും ചെയ്തുകൊണ്ട് ഇത്തരം സാഹചര്യങ്ങളിൽ ദൈവിക പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ ശക്തി ആർജിക്കുക. 1 മുതൽ 8 വരെയുള്ള ആയത്തുകൾ എടുത്ത് പരിശോധിച്ചാൽ സത്യനിഷേധികൾക്ക് വമ്പിച്ച ശിക്ഷ അനുഭവപ്പെടുമെന്നും അത് തടുക്കുവാൻ യാതൊരു മാർഗേണയും സാധ്യമല്ലെന്നും അള്ളാഹു 5 വസ്തുക്കളാൽ ആണയിട്ട് ഉറപ്പിച്ച് പറഞ്ഞിരിക്കുന്നു. ആ 5 സത്യവാചകങ്ങളിൽ ചിലത് ചരിത്രപ്രധാനമായ ചില സംഭവങ്ങളെയും മറ്റു ചിലത് മഹത്തായ ചില പ്രകൃതി ദൃഷ്ടാന്തങ്ങളെയും കുറിക്കുന്നവയാണ്. ഒന്നാമത്തെ ആയത്തിൽ സത്യം ചെയ്യൽ പർവ്വതത്തെ കൊണ്ടാണ്. എന്നാൽ ഇവിടെ അത്തൂർ എന്ന് പറഞ്ഞ സ്ഥിതിക്ക് അത് ഒരു പ്രത്യേക പർവ്വതത്തെ ഉദ്ദേശിച്ചാണെന്ന് വരും. അതായത് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയ്ക്ക് പ്രവാചകത്വം സിദ്ധിച്ചതും തൗറാത്ത് ലഭിച്ചതുമായ പ്രസിദ്ധമായ സീനാ പർവ്വതം, അതാണ് ഇവിടെ ഉദ്ദേശമെന്നാണ് ഭൂരിപക്ഷ അഭിപ്രായം. ഇതേ പർവ്വതത്തെ ഉദ്ദേശിച്ച് അത്തൂർ എന്നും പറയാറുണ്ട്. ഇതേ വാക്ക് തന്നെ പൊതുവിൽ മറ്റ് പർവ്വതങ്ങൾക്കും, അതായത് പർവ്വതങ്ങളുടെ വർഗ്ഗങ്ങൾക്കും പറയാവുന്നതാണ്.
ഇവിടെയും ഉദ്ദേശം അങ്ങനെയുമാവാം. രണ്ടാമത്തെയും മൂന്നാമത്തെയും ആയത്തിൽ സത്യം ചെയ്യൽ തുറന്ന് വിരുത്തിവെക്കപ്പെട്ട തോലിൽ ഭംഗിയിൽ വരിവരിയായി ക്രമീകരിച്ചെഴുതപ്പെട്ട ഗ്രന്ഥം കൊണ്ടാണ്. ഇത് തൗറാത്തിനെ അല്ലെങ്കിൽ ഖുർആനും തൗറാത്തും ഉൾപ്പെടെയുള്ള വേദഗ്രന്ഥങ്ങളെ സൂചിപ്പിക്കുന്നു. നേരിയ തോൽക്കഷ്ണങ്ങളായിരുന്നു മുൻകാലത്ത് എഴുതുവാൻ ഉപയോഗിച്ചിരുന്ന ഒരു പ്രധാന ഉപകരണം. തുറന്ന് വിരുത്തപ്പെട്ടതെന്ന വിശേഷണം ആ ഗ്രന്ഥം ജനമധ്യേ പരസ്യമാക്കപ്പെടുന്നതും പാരായണം ചെയ്യപ്പെടുന്നതുമാണെന്നും ധ്വനിപ്പിക്കുന്നു. നാലാമത്തെ ആയത്തിൽ മൂന്നാമത്തെ സത്യം ചെയ്യൽ നിത്യം പെരുമാറപ്പെടുന്നതും ഉപയോഗിക്കപ്പെട്ടു വരുന്നതുമായ മന്ദിരം, അതുകൊണ്ടാണ് സത്യം ചെയ്യുന്നത്. ഇത് വിശുദ്ധ കഅബയെ കുറിക്കുന്നു. അനേകം ആളുകൾ നിത്യവും തവാഫ്, നിസ്കാരം തുടങ്ങിയ ആരാധനാ കർമ്മങ്ങൾക്കായി ആ ഭവനത്തിൽ വന്നുപോയിക്കൊണ്ടിരിക്കുന്നു. അതിൻ്റെ സ്ഥാപനകാലം മുതൽ ഇന്നോളം ആ നില തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ഇതേ ബൈത്തുൽ മഅറൂഫ് എന്ന പേരിൽ മലക്കുകളാൽ നിത്യവും ആരാധന നടത്തപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു മന്ദിരം ആകാശത്ത് സ്ഥിതി ചെയ്യുന്നതായി പല പ്രവാചക വചനങ്ങളിലും വന്നിട്ടുണ്ട്. അതാണ് ഇവിടെ ഉദ്ദേശമെന്നും അഭിപ്രായമുണ്ട്. അഞ്ചാമത്തെ ആയത്തിൽ നാലാമത്തെ സത്യം ചെയ്യൽ ഉയർത്തപ്പെട്ട മേൽപ്പുര കൊണ്ടാണ്. ഇത് ആകാശത്തെയാണ് കുറിക്കുന്നത്. ആറാമത്തെ ആയത്തിൽ അഞ്ചാമത്തെ സത്യം ചെയ്യൽ നിറക്കപ്പെട്ട അഥവാ നിറഞ്ഞു നിൽക്കുന്ന സമുദ്രം കൊണ്ടാണ്. ജലം, തിരമാല, മത്സ്യം മുതലായ ജന്തുക്കൾ തുടങ്ങി പലതും നിറഞ്ഞു നിൽക്കുന്നതാണ് മഹാസമുദ്രങ്ങൾ. തീയിനാൽ നിറക്കപ്പെട്ടത് എന്നും ഈ വാക്കിന് അർത്ഥം കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. വിറക് നിറച്ച, കത്തിക്കപ്പെടുന്നത്, ജ്വലിപ്പിക്കപ്പെട്ടത് എന്നൊക്കെയാണ് അൽ മസ്ജൂർ എന്ന വാക്കിന് ഭാഷയിൽ അർത്ഥമുള്ളത്. അന്ത്യനാളിലെ സംഭവ വികാസങ്ങളിൽ സമുദ്രത്തിനുണ്ടാകുന്ന സ്ഥിതിമാറ്റത്തെയാണ് അത് സൂചിപ്പിക്കുന്നതെന്നും പറയപ്പെടുന്നു. ഭൂമിയുടെ ഉൾഭാഗത്ത് നിറഞ്ഞു നിൽക്കുന്ന ലാവ എന്നറിയപ്പെടുന്ന ദ്രാവക സമുദ്രമാണ് ഇവിടെ ഉദ്ദേശമെന്നും അഭിപ്രായമുണ്ട്. ഗൗരവമേറിയ പ്രസ്തുത സത്യവാചകങ്ങളിൽ ആണയിട്ടുകൊണ്ട് അള്ളാഹു അവൻ്റെ ശിക്ഷയെക്കുറിച്ച് താക്കീത് ചെയ്യുകയും അതിൽ നിന്ന് സത്യവിശ്വാസവും സൽക്കർമ്മവും വഴി രക്ഷപ്പെടുവാൻ ആഹ്വാനം ചെയ്യുകയുമാണ് ചെയ്യുന്നത്. 7-8 ആയത്തുകളിൽ നിശ്ചയമായും നിൻ്റെ റബ്ബിൻ്റെ ശിക്ഷ സംഭവിക്കുന്നത് തന്നെ, ഇതിന് യാതൊരു തടവുമില്ല. 9-10 ആയത്തുകളിൽ ആകാശം ഒരു ശക്തിയായ പ്രകമ്പിക്കുന്ന ദിവസം, മലകൾ ഒരു ശക്തിയായ സഞ്ചരിക്കുകയും ചെയ്യുന്ന ദിവസം, അന്നാണ് അത് സംഭവിക്കുക എന്ന് പറയുന്നു. ലോകാവസാന വേളയിൽ ഉണ്ടാകുന്ന അതിഭയങ്കരമായ സംഭവ വികാസങ്ങളിൽ ചിലതാണിത്. മനുഷ്യൻ്റെ ഊഹത്തിനും അനുമാനത്തിനും അതീതമായ പലതും അന്ന് സംഭവിക്കാനിരിക്കുന്നു. 11 മുതൽ 16 വരെയുള്ള ആയത്തുകളിൽ എന്നാൽ വ്യാജമാക്കി നിഷേധിക്കുന്നവർക്കെത്രേ അന്നത്തെ ദിവസം വമ്പിച്ച നാശം. അതായത് അനാവശ്യത്തിൽ മുഴുകി കളിച്ചു കൊണ്ടിരിക്കുന്നവർക്ക്, അതെ, നരകാഗ്നിയിലേക്ക് അവരെ ഊക്കോടെ ഒരു പിടിച്ചു തള്ളപ്പെടുന്ന ദിവസം. അന്ന് പറയപ്പെടും, ഇത് നിങ്ങൾ വ്യാജമാക്കിയിരുന്നതായ ആ നരകമത്രേ. അപ്പോൾ ഇത് മായാജാലമാണോ? അതല്ല, നിങ്ങൾ കാണുന്നില്ല എന്നുണ്ടോ? നിങ്ങളതിൽ കടന്ന് കരിയുവീൻ. എന്നിട്ട് നിങ്ങൾ ക്ഷമിച്ചുകൊള്ളുക അല്ലെങ്കിൽ ക്ഷമിക്കാതിരിക്കുക, രണ്ടും നിങ്ങൾക്ക് സമമത്രേ. നിങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരുന്നതിന് മാത്രമാണ് നിങ്ങൾക്ക് പ്രതിഫലം നൽകപ്പെടുന്നത്. ഇനിയുള്ള ഏതാനും ആയത്തുകളിൽ ഭക്ഷണപാനീയങ്ങൾ, ഇണകൾ തുടങ്ങിയ വിഷയങ്ങളിൽ സ്വർഗസ്ഥരായ ആളുകൾക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങളെ വിശദീകരിക്കുകയാണ്. 17 മുതൽ 20 വരെയുള്ള ആയത്തുകളിൽ നിശ്ചയമായും ഭയഭക്തന്മാർ സ്വർഗത്തോപ്പുകളിലും സുഖാനുഗ്രഹങ്ങളിലുമായിരിക്കും. അവരുടെ റബ്ബ് അവർക്ക് നൽകിയതിൽ സുഖമാസ്വദിച്ചുകൊണ്ട് അവർക്ക് തങ്ങളുടെ റബ്ബ് കത്തിജ്വലിക്കുന്ന നരകശിക്ഷ കാത്തുകൊടുക്കുകയും ചെയ്യുന്നതാണ്. പറയപ്പെടും, നിങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരുന്നത് നിമിത്തം നിങ്ങൾ സന്തോഷത്തോടെ തിന്നുകയും കുടിക്കുകയും ചെയ്തു കൊള്ളുക. വരിവരിയായി നിരത്തിവെക്കപ്പെട്ട സോഫകളിൽ അല്ലെങ്കിൽ ചാരുമഞ്ചങ്ങളിൽ ചാരിയിരിക്കുന്നവരായിരിക്കും അവർ. വിശാല നേത്രങ്ങളുള്ളവരായ അതീവ സൗന്ദര്യമുള്ളവരെ അവർക്ക് നാം ഇണചേർത്ത് കൊടുക്കുകയും ചെയ്യും. 21-ാമത്തെ ആയത്തിൽ തങ്ങൾ വിശ്വസിക്കുകയും തങ്ങളുടെ സന്താനങ്ങൾ സത്യവിശ്വാസത്തോടെ തങ്ങളെ പിന്തുടരുകയും ചെയ്തിട്ടുള്ളവരാവട്ടെ, അവരുടെ സന്താനങ്ങളെ അവരോട് നാം ചേർത്തി കൊടുക്കുന്നതാണ്. അവരുടെ കർമ്മഫലത്തിൽ നിന്ന് യാതൊന്നും തന്നെ നാം അവർക്ക് കുറവ് വരുത്തുന്നതുമല്ല. എല്ലാ മനുഷ്യനും താൻ സമ്പാദിച്ചുണ്ടാക്കിയതിന് പണയമാകുന്നു. സ്വർഗത്തിലെത്തിയ ഒരു വ്യക്തിയുടെ മക്കൾ സ്വർഗത്തിൽ താഴെ പദവിയിലാണെങ്കിൽ ആ വ്യക്തിയുടെ മനസ്സന്തോഷത്തിന് വേണ്ടി ആ മക്കളുടെ പദവി ആ വ്യക്തിയുടെ പദവിയിലേക്ക് അള്ളാഹു ഉയർത്തിക്കൊടുക്കും. ഇതുമൂലം അവരുടെ പ്രതിഫലത്തിൽ അള്ളാഹു യാതൊരു കുറവും വരുത്തുന്നതുമല്ല. മാത്രമല്ല, നല്ലവരായ മാതാപിതാക്കൾ, ഭാര്യാഭർത്താക്കന്മാർ എന്നിവരെയും സ്വർഗത്തിൽ അള്ളാഹു അവരൊന്നിച്ച് ചേർത്ത് കൊടുക്കുമെന്ന് സൂറ അർ-റഅദ്, സൂറ മുഅ്മിൻ എന്നിവിടങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. എന്നാൽ മാതാപിതാക്കൾ എത്ര ഉന്നത പദവിക്കാരായിരുന്നാലും ശരി, അക്കാരണം കൊണ്ട്
അവിശ്വാസികളും ദുർനടപ്പുകാരുമായ അവരുടെ മക്കൾക്കോ അല്ലെങ്കിൽ മറിച്ചോ യാതൊരു രക്ഷയും കിട്ടുകയില്ലെന്നും അവനവൻ ചെയ്ത കുറ്റത്തിന് അവനവൻ മാത്രമാണ് ഉത്തരവാദിയെന്നും ഓരോരുത്തൻ്റെ കടമ അവനവൻ തന്നെ നിർവഹിക്കേണ്ടതുണ്ടെന്നും ഖുർആൻ പല സ്ഥലങ്ങളിലും വ്യക്തമാക്കിയിട്ടുണ്ട്. കുല്ലുംരിഇം ബിമാ കസബ റഹീൻ, എല്ലാ മനുഷ്യനും അവൻ സമ്പാദിച്ചതിന് പണയമാണ് എന്ന വാക്യവും അതാണ് ഉണർത്തുന്നത്. വാങ്ങിയ കടം കൊടുത്തു തീർക്കാത്ത പക്ഷം ആ കടത്തിന് വേണ്ടി പണയം വെക്കപ്പെട്ട വസ്തുവിൽ നിന്നാണല്ലോ അത് ഈടാക്കുക. അതുപോലെ ഓരോ മനുഷ്യനും അവൻ്റെ കടമ നിർവഹിക്കാത്ത പക്ഷം അതിന് അവൻ തന്നെ ഉത്തരവാദിയാണെന്നർത്ഥം. മാതാപിതാക്കളോ മക്കളോ ഉന്നത സ്ഥാനക്കാരായതുകൊണ്ട് മറ്റുള്ളവർക്ക് വല്ല രക്ഷയും കൈവരുമായിരുന്നെങ്കിൽ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ മകൻ, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ പിതാവ്, ലൂത്ത് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ഭാര്യ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതൃവ്യന്മാർ, ഇവർക്കൊക്കെ രക്ഷ കിട്ടേണ്ടതായിരുന്നല്ലോ. 22 മുതൽ 24 വരെയുള്ള ആയത്തുകളിൽ അവർ ആശിക്കുന്നതിൽ നിന്ന് പഴവർഗ്ഗവും മാംസവും അവർക്ക് നാം യഥേഷ്ടം അയച്ചിട്ട് കൊടുക്കുകയും ചെയ്യുന്നതാണ്. സ്വർഗീയ പാനീയം നിറക്കപ്പെട്ട കോപ്പയ്ക്ക് അവിടെ അവർ പിടികൂടിക്കൊണ്ടിരിക്കും, അല്ലെങ്കിൽ കൈമാറിക്കൊണ്ടിരിക്കും. യാതൊരു അനാവശ്യവും അതിലില്ല, കുറ്റകരമായുള്ളതും ഇല്ല. അവർക്ക് വേണ്ടിയുള്ള ബാലന്മാർ അവരിൽ ചുറ്റിത്തിരിഞ്ഞ് സേവനം ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ആ ബാലന്മാർ ഒളിച്ചു വെക്കപ്പെട്ട മുത്തെന്ന പോലെ ഇരിക്കും. ലഹരിയും മത്തും അനാവശ്യങ്ങളും അക്രമങ്ങളും ഉണ്ടാക്കുന്നതാണല്ലോ ഈ ലോകത്തിലുള്ള മദ്യം. സ്വർഗത്തിലെ മദ്യം എന്ന് പറയാറുള്ള ആ ഒരു പ്രത്യേകമായ പാനീയം അത്തരത്തിൽപ്പെട്ടതല്ല. ആനന്ദവും സന്തോഷവും ഉളവാക്കുകയല്ലാതെ യാതൊരുവിധ ദോഷവും അത് നിമിത്തം ഉണ്ടാകുവാനില്ല. ആഹ്ലാദത്തോടും സ്നേഹത്തോടും കൂടി ആ പാനീയം നിറച്ച കോപ്പുകൾക്ക് വേണ്ടി ഞാൻ ആദ്യം എന്ന ഭാവത്തിൽ തമാശയായി അവർ പിടികൂടിയും കൈമാറിയും കൊണ്ടിരിക്കും. അവർക്ക് വേണ്ടുന്ന സേവനങ്ങൾ നടത്തുവാൻ വേണ്ടി സ്വർഗീയ ബാലന്മാർ അവരെ ചുറ്റിപ്പറ്റിക്കൊണ്ട് സദാ തയ്യാറുമായിരിക്കും. ആ ബാലന്മാരാകട്ടെ ചിപ്പികളിൽ ഭദ്രമായി സൂക്ഷിക്കപ്പെട്ടിരുന്ന മുത്തുമണികൾ പുറത്തെടുത്തതുപോലെ തോന്നും. അത്രയും വൃത്തിയും സൗന്ദര്യവും തികഞ്ഞവരായിരിക്കുമെന്നർത്ഥം. അടുത്ത വചനങ്ങളിൽ സ്വർഗ്ഗക്കാർ തമ്മിൽ നടക്കുന്ന ചില സംഭാഷണങ്ങളെ എടുത്തു കാണിക്കുന്നു. 25 മുതൽ 28 വരെയുള്ള ആയത്തുകളിൽ അവർ പരസ്പരം പലതും ചോദിച്ചുകൊണ്ട് ചിലർ ചിലരുടെ മുന്നിട്ട് വരും. അവർ പറയും, നാം മുമ്പ് നമ്മുടെ കുടുംബത്തിലായിരിക്കെ ഭയപ്പെട്ടുകൊണ്ടിരിക്കുന്നവരായിരുന്നു. അതിനാൽ അള്ളാഹു നമ്മളിൽ ദയാദാക്ഷിണ്യം ചെയ്തു. സുഷിരങ്ങളിൽ കടന്നു ചെല്ലുന്ന അത്യുഷ്ണമായ അഗ്നിശിക്ഷയിൽ നിന്ന് അവൻ നമ്മെ കാത്തു തരികയും ചെയ്തു. നാം മുമ്പേ അവനെ വിളിച്ചു പ്രാർത്ഥിക്കുമായിരുന്നു. നിശ്ചയമായും അവൻ തന്നെ പുണ്യം നൽകുന്നവനും കരുണാനിധിയുമായുള്ളവൻ. അവർ അന്യോന്യം പലതും സംസാരിച്ചും ചോദ്യോത്തരങ്ങൾ നടത്തിയും കൊണ്ടിരിക്കുമ്പോൾ തങ്ങൾ ഐഹിക ജീവിതത്തിൽ തങ്ങളുടെ സ്വന്തക്കാർക്കിടയിൽ കഴിഞ്ഞുകൂടിയ കാലത്ത് അള്ളാഹുവിനെ ഭയന്നും അവൻ്റെ ശിക്ഷയെ പേടിച്ചും അവനെ വിളിച്ചു പ്രാർത്ഥിച്ചും കൊണ്ടിരുന്നതിൻ്റെ ഫലമായിട്ടാണ് തങ്ങൾക്ക് ഈ ഉന്നത പദവികളെല്ലാം ലഭിച്ചതെന്ന് ഓർമ്മിക്കുകയാണവർ. അങ്ങനെ ഓർമ്മിച്ച് സന്തോഷിക്കുകയാണ്. സജ്ജനങ്ങളുടെയും ദുർജനങ്ങളുടെയും പര്യവസാനങ്ങൾ വിവരിച്ച ശേഷം അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അഭിമുഖീകരിച്ചുകൊണ്ട് പറയുന്നു 29 മുതൽ 31 വരെയുള്ള ആയത്തുകളിൽ, ആകയാൽ നബിയെ താങ്കൾ ഓർമ്മിപ്പിക്കുക അല്ലെങ്കിൽ ഉത്ബോധനം ചെയ്യുക. എന്നാൽ താങ്കളുടെ റബ്ബിൻ്റെ അനുഗ്രഹം കൊണ്ട് താങ്കൾ ഒരു പ്രശ്നക്കാരനുമല്ല, ഭ്രാന്തനുമല്ല. അതല്ല അവർ പറയുന്നുവോ, അവനൊരു കവിയാണ്, അവനിൽ കാലവിപത്തിൻ്റെ ആശങ്ക ബാധിക്കുന്നത് നമുക്ക് കാത്തിരിക്കാമെന്ന്. താങ്കൾ പറയുക, നിങ്ങൾ കാത്തിരുന്നു കൊള്ളുവീൻ, എന്നാൽ നിശ്ചയമായും ഞാൻ നിങ്ങളോടൊപ്പം കാത്തിരിക്കുന്നവരിൽപ്പെട്ടവനാണ്. മുഹമ്മദ് ജ്യോത്സ്യക്കാരനാണ്, പ്രശ്നക്കാരനാണ്, ഭ്രാന്തനാണ് എന്നൊക്കെ പറയുന്ന അതേ നാവുകൾ ചിലപ്പോൾ ഇങ്ങനെ പറയും, അവനൊരു കവിയാണ്. ഏതെങ്കിലും കാലവിപത്തുകളിൽപ്പെട്ട് ഏറെ താമസിയാതെ അവൻ്റെ കഥ അവസാനിച്ചു കൊള്ളും. അപ്പോൾ നമുക്ക് അവനെ കൊണ്ടുള്ള ശല്യവും ഇല്ലാതാവും. അതുവരെ നാം കാത്തിരിക്കുക എന്നൊക്കെ അവർ പറയാറുണ്ട്. ഇതിന് ഇങ്ങനെ മറുപടി പറയാൻ അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്നു, അതായത് എൻ്റെ നാശം നിങ്ങൾ കാത്തിരിക്കുന്നത് പോലെ നിങ്ങളുടെ നാശം ഞാനും കാത്തിരിക്കുന്നു. ഇവയിൽ ഏതാണ് സംഭവിക്കുവാൻ പോകുന്നതെന്ന് നമുക്ക് കണ്ടറിയാമല്ലോ. സ്ഥിതിഗതികളുടെ യാഥാർത്ഥ്യം മുകളിൽ വിവരിച്ചതാണ് എന്നിരിക്കെ സത്യനിഷേധികളുടെ ആരോപണങ്ങളുടെയും പരസ്പര വിരുദ്ധങ്ങളായ പ്രസ്താവനകളുടെയും നേരെ കണ്ണടച്ചുകൊണ്ട് സത്യപ്രബോധനം തുടർന്നുകൊള്ളുവാനും അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് അവയിൽ നിന്നെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പരിശുദ്ധനാണെന്ന് സമാധാനിച്ചു കൊള്ളുവാനും അള്ളാഹു തിരുമേനിയെ ഉപദേശിക്കുകയാണ്. അള്ളാഹുവിൻ്റെ ഏകത്വം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവാചകത്വം, പരലോക ജീവിതം, ഈ 3 വിഷയങ്ങളായിരുന്നു അവിശ്വാസികളെ ഏറ്റവും അരിശം കൊള്ളിക്കുന്ന മൗലിക പ്രധാനമായ വിഷയങ്ങൾ. അവയിൽ പലതും എടുത്തുദ്ധരിച്ചുകൊണ്ട് അള്ളാഹു കുറേ വചനങ്ങളിൽ അള്ളാഹു അവർക്ക് കനത്ത താക്കീതുകൾ നൽകുകയും അവരെ വെല്ലുവിളിക്കുകയും ചെയ്യുന്നുണ്ട്. നിഷ്പക്ഷമായി ചിന്തിക്കുന്ന ഏവരുടെയും ഹൃദയങ്ങളിലേക്ക് തുളഞ്ഞു കയറുന്ന ചോദ്യങ്ങളാണവ. ചിന്താശക്തിയുള്ളവരെ ഇരുത്തി ചിന്തിപ്പിക്കുന്ന പ്രസ്താവനകൾ. 32 മുതൽ 43 വരെയുള്ള വചനങ്ങളിൽ അള്ളാഹു ചോദിക്കുന്നു, അതല്ല അവരുടെ ബുദ്ധികൾ അവരോട് ഇപ്രകാരം കൽപ്പിക്കുകയാണോ? അതല്ല അവർ ക്രമം തെറ്റിയ ധിക്കാരികളായ ഒരു ജനതയാണോ?
അതല്ല അവർ പറയുന്നുവോ അവനത് സ്വയം കെട്ടിപ്പറഞ്ഞുണ്ടാക്കിയിരിക്കുകയാണെന്ന്? പക്ഷേ അവർ വിശ്വസിക്കുന്നില്ല. അതാണ് ഇതിനൊക്കെ കാരണമെന്നർത്ഥം. എന്നാൽ അങ്ങനെയാണെങ്കിൽ ഇതുപോലെയുള്ള ഒരു വൃത്താന്തം, ഇതുപോലെയുള്ളൊരു വാർത്ത അവർ കൊണ്ടുവരട്ടെ, അവർ സത്യവാന്മാരാണെങ്കിൽ. അതല്ല, യാതൊരു വസ്തുവും ഇല്ലാതെ അവർ സ്വയം അങ്ങ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുകയാണോ? അതല്ല, അവർ തന്നെയാണോ സൃഷ്ടാക്കൾ? അതല്ല, ആകാശങ്ങളെയും ഭൂമിയെയും അവർ സൃഷ്ടിച്ചിരിക്കുകയാണോ? പക്ഷേ അതൊന്നുമല്ല, അവർ ഒന്നും ദൃഢമായി വിശ്വസിക്കുന്നില്ല. അതല്ല, നിൻ്റെ റബ്ബിൻ്റെ ഖജനാക്കൾ അവരുടെ പക്കലാണോ? അതല്ല, അവരാണോ അധികാരം നടത്തുന്നവർ? അതല്ല, തങ്ങൾക്ക് കയറി ചെന്ന് ചെവി കൊടുത്ത് കേൾക്കാവുന്ന വല്ല കോണിയും അവർക്കുണ്ടോ? എന്നാൽ അവരിൽ ചെവി കൊടുത്ത് കേൾക്കുന്നവൻ വ്യക്തമായ ഒരു അധികൃത ലക്ഷ്യം കൊണ്ടുവരട്ടെ. അതല്ല, അവന്, അതായത് അള്ളാഹുവിന് പെൺമക്കളും നിങ്ങൾക്ക് ആൺമക്കളുമാണോ ഉള്ളത്? അതല്ല നബിയെ, അവരോട് താങ്കൾ വല്ല പ്രതിഫലവും ചോദിച്ചിട്ട് അതുമൂലം അവർ കടബാധ്യതയാൽ ഭാരപ്പെട്ടിരിക്കുകയാണോ? അതല്ല, അഭൗതിക ജ്ഞാനം അവരുടെ അടുക്കൽ ഉണ്ടായിട്ട് അവർ അത് എഴുതുന്നുവോ? അതനുസരിച്ചാണോ അവരുടെ ഈ പ്രവർത്തനങ്ങൾ? അതല്ല, അവർ വല്ല തന്ത്രവും നടത്താൻ ഉദ്ദേശിക്കുന്നുവോ? എന്നാൽ ആ അവിശ്വസിച്ചിട്ടുള്ളവർ അവർ തന്നെയാണ് തന്ത്രത്തിൽ അകപ്പെടുന്നവർ. അതല്ല, അല്ലാത്ത വല്ല ആരാധനയും അവർക്കുണ്ടോ? ഇല്ല, അവർ പങ്കു ചേർക്കുന്നതിൽ നിന്ന് അള്ളാഹു മഹാപരിശുദ്ധനാണ്. 44 മുതൽ 47 വരെയുള്ള ആയത്തുകളിൽ ആകാശത്ത് നിന്ന് ഒരു കഷ്ണം വീഴുന്നതായി അവർ നേരിൽ കാണുകയായാലും അവർ പറയും അത് അട്ടിയിടപ്പെട്ട മേഘമാണ് എന്ന്. ആകയാൽ നബിയെ, താങ്കൾ അവർ ബോധം കെട്ട് അഥവാ മരണമടഞ്ഞു പോകുന്ന ആ ദിവസവുമായി അവർ കണ്ടുമുട്ടുന്നതുവരേക്കും അവരെ വിട്ടേക്കുക. അതായത് അവരുടെ തന്ത്രം ഒട്ടും തന്നെ അവർക്ക് ഉപകരിക്കാത്ത, അവർ സഹായിക്കപ്പെടുന്നതുമല്ലാത്ത ആ ദിവസം. അക്രമം പ്രവർത്തിച്ചവർക്ക് നിശ്ചയമായും അത് കൂടാതെ വേറെയും ശിക്ഷയുണ്ട്. എങ്കിലും അവരിൽ അധികം ആളും അറിയുന്നില്ല. ബോധം കെട്ട് അഥവാ മരണപ്പെട്ട് മരവിച്ചു പോകുന്ന ദിവസം എന്ന് പറഞ്ഞത് ഖിയാമത്ത് നാളിനെ ഉദ്ദേശിച്ചും അത് കൂടാതെയും ശിക്ഷയുണ്ട് എന്ന് പറഞ്ഞത് ഇഹത്തിൽ വെച്ച് അവർക്ക് അനുഭവിക്കുന്ന ശിക്ഷകളെക്കുറിച്ചുമാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ആദ്യത്തേത് ബദറിൽ അവർക്ക് ബാധിച്ച ശിക്ഷയെയും രണ്ടാമത്തേത് അതിനു മുമ്പായി അവർക്ക് ബാധിച്ചിരുന്ന 7 കൊല്ലത്തോളം നീണ്ടുനിന്ന ക്ഷാമം പോലെയുള്ളതിനെയും ഉദ്ദേശിച്ചാണെന്നും, അതല്ല ആദ്യത്തേത് ഐഹിക ശിക്ഷയെയും രണ്ടാമത്തേത് പരലോക ശിക്ഷയെയുമാണ് കുറിക്കുന്നതെന്നും ഇവിടെ അഭിപ്രായങ്ങളുണ്ട്. അല്ലാഹു അലം. ഏതായാലും ഇഹത്തിലും പരത്തിലും അവർക്ക് ശിക്ഷയുണ്ടെന്ന കാര്യം തീർച്ചയാണ്. 48, 49 ആയത്തുകളിൽ അള്ളാഹു പറയുന്നു, നബിയെ, താങ്കളുടെ രക്ഷിതാവിൻ്റെ വിധിക്ക് താങ്കൾ ക്ഷമിച്ചു കൊള്ളുകയും ചെയ്യുക. നിശ്ചയമായും താങ്കൾ നമ്മുടെ ദൃഷ്ടിയിലാകുന്നു. താങ്കളെ നാം കാത്തുരക്ഷിക്കുമെന്നർത്ഥം. താങ്കൾ എഴുന്നേൽക്കുന്ന സമയത്ത് താങ്കളുടെ രക്ഷിതാവിനെ സ്തുതിച്ചുകൊണ്ട് താങ്കൾ തസ്ബീഹ് അഥവാ സ്തോത്ര കീർത്തനം നടത്തുകയും ചെയ്യുക. രാത്രിയിൽ നിന്നും തന്നെ കുറച്ച് സമയം താങ്കൾ അവന് തസ്ബീഹ് നടത്തുക. നക്ഷത്രങ്ങൾ പിന്നോക്കം വെക്കുമ്പോഴും അത് നടത്തണം. ശത്രുക്കളുടെ നാശം വിദൂരമല്ല. അവരുടെ കാര്യത്തിൽ അള്ളാഹു വിധി നടത്തിക്കൊള്ളും. തൽക്കാലം അവരുടെ ഉപദ്രവങ്ങളിൽ ക്ഷമ കൈക്കൊള്ളുക എന്നൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഉപദേശിക്കുകയും തിരുമേനിക്ക് അള്ളാഹുവിൻ്റെ പ്രത്യേക കാവലും സംരക്ഷണവും ഉണ്ടായിരിക്കുമെന്ന് ഉണർത്തുകയും ചെയ്യുന്നു. അവസാനമായി അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ട് തസ്ബീഹ് നടത്തുവാനും ഉപദേശിക്കുന്നു. 3 സമയങ്ങളാണ് ഈ വചനത്തിൽ എടുത്തു പറഞ്ഞിരിക്കുന്നത്. ഒന്നാമത്തേത് എഴുന്നേൽക്കുന്ന സമയമെന്നാണ്. ഈ സമയം കൊണ്ട് ഉദ്ദേശം ഏതാണെന്ന വിഷയത്തിൽ ഖുർആൻ വ്യാഖ്യാതാക്കൾക്കിടയിൽ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ കാണാം. അവയിൽ പ്രസക്തമായത് 3 അഭിപ്രായങ്ങളാണ്. 1, ഉറക്കിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ. 2, നിസ്കാരത്തിന് എഴുന്നേൽക്കുമ്പോൾ അഥവാ നിസ്കാരത്തിൻ്റെ ആരംഭത്തിൽ. 3, ഇരുന്നിടത്ത് നിന്ന് എഴുന്നേൽക്കുമ്പോൾ. നബിചര്യകൾ പരിശോധിക്കുമ്പോൾ ഈ 3 അവസരങ്ങളിലും ഒരു പ്രകാരത്തിലല്ലെങ്കിൽ മറ്റൊരു പ്രകാരത്തിൽ അള്ളാഹുവിൻ്റെ സ്തുതികീർത്തനങ്ങൾക്ക് പ്രാധാന്യം നൽകപ്പെട്ടുള്ളതായി കാണാൻ സാധിക്കും. അതുകൊണ്ട് ഇവയിൽ ഒന്ന് മാത്രം സ്വീകരിച്ച് മറ്റുള്ളവ തള്ളിക്കളയേണ്ടുന്ന ആവശ്യം ഒരിക്കലുമില്ല. ആയത്തിലാകട്ടെ ഒരു പ്രത്യേക സൂചന കാണപ്പെടുന്നുമില്ല. എങ്കിലും ഒന്നിന് മുൻഗണന നൽകുന്ന പക്ഷം ഇരുന്നിടത്ത് നിന്ന് എഴുന്നേൽക്കുമ്പോൾ എന്ന അഭിപ്രായത്തിനായിരിക്കും നല്ലതെന്നാണ് മനസ്സിലാകുന്നത്. കാരണം പ്രായോഗികമായി നോക്കുമ്പോൾ മറ്റ് 2 അഭിപ്രായങ്ങളും അതിൻ്റെ വ്യാപ്തിയിൽ ഉൾപ്പെടുന്നതായിരിക്കും. അല്ലാഹു അലം. രണ്ടാമത്തേത് രാത്രിയിൽ നിന്നും അല്പസമയം. രാത്രിയിൽ നിസ്കാരം, ദുആ മുതലായവയ്ക്ക് പ്രേരിപ്പിക്കുന്ന ധാരാളം ഖുർആൻ വചനങ്ങളും നബി വചനങ്ങളും കാണാവുന്നതാണ്. മൂന്നാമത്തേത് നക്ഷത്രങ്ങൾ പിന്നോക്കം വെക്കുന്ന സമയം. പ്രഭാതം പ്രത്യക്ഷപ്പെടുവാൻ തുടങ്ങുന്നതോടെ നക്ഷത്രങ്ങൾ അസ്തമിച്ചു തുടങ്ങുമല്ലോ. ഈ സമയമാണ് ഇതുകൊണ്ട് ഉദ്ദേശമെന്നാണ് വിവക്ഷ. ഇനി മുമ്പ് നമ്മൾ പഠിച്ചു കഴിഞ്ഞ സൂറത്തുകളിലെ ആയത്തുകളുമായി ഈ സൂറത്തൊന്ന് താരതമ്യം ചെയ്താൽ വളരെയധികം അത്ഭുതകരമായ സാമ്യതകൾ കാണാൻ കഴിയുന്നുണ്ട്. പൊന്നാനിയിൽ നിന്നുള്ള നമ്മുടെ പഠിതാക്കളിൽ ഒരാളാണ് ഈ കൗതുകമുള്ള കാര്യം ശ്രദ്ധയിൽപ്പെടുത്തിയത്. ഇപ്പോൾ വൽ ബഹരിൽ മസ്ജൂർ സൂറത്ത് തൂറിൻ്റെ 6-ാമത്തെ ആയത്ത്. അതേസമയം സൂറത്ത് തക്വീറിൻ്റെ 6-ാമത്തെ ആയത്തിൽ വൈദൽ ബിഹാറു സുജിറത്ത്. ഇനി
സൂറത്ത് തൂറിൻ്റെ 10-ാമത്തെ ആയത്തിൽ വ തസീറുൽ ജിബാലു സൈറ. സൂറത്ത് തക്വീറിൻ്റെ 3-ാമത്തെ ആയത്തിൽ വ ഇദൽ ജിബാലു സുയ്യിറത്ത്. ഇനി ഈ സൂറത്തിലെ 11-ാമത്തെ ആയത്തിൽ ഫവൈലു യൗമ ഇദിൽ മുക്കദ്ദിബീൻ. അത് സൂറത്ത് മുർസലാത്ത് എടുത്ത് നോക്കുകയാണെങ്കിൽ വൈലു യൗമ ഇദിൽ മുക്കദ്ദിബീൻ 10 പ്രാവശ്യം വന്നിട്ടുണ്ട്. ഇനി ഈ സൂറത്തിലെ 25-ാമത്തെ ആയത്തും സൂറത്ത് സ്വാഫാത്തിൻ്റെ 27-ാമത്തെ ആയത്തും ഒരേപോലെയാണ്. ഇനി ഇതേ 25-ാമത്തെ ആയത്ത് സൂറത്ത് സ്വാഫാത്തിൻ്റെ 50-ാം ആയത്തിനോട് വളരെ സാമ്യമുണ്ട്. തുടക്കത്തിലെ ഒരു അക്ഷരം മാത്രമേ വ്യത്യാസമുള്ളൂ. ഇനി ഇതേ 25-ാമത്തെ ആയത്ത് സൂറത്തുൽ ഖലമിൻ്റെ 30-ാം ആയത്തിനോടും സാമ്യമുണ്ട്. ഇനി ഈ സൂറത്ത് തൂറിൻ്റെ 40-41 ആയത്തുകൾ എടുത്ത് നോക്കുകയാണെങ്കിൽ സൂറത്തുൽ ഖലമിൻ്റെ 46-47 ആയത്തുകളോട് ഒരേപോലെയാണ്. സൂറത്ത് തൂറിൻ്റെ 48-ാം ആയത്തിൻ്റെ തുടക്കവും സൂറത്തുൽ ഖലമിൻ്റെ 48-ാം ആയത്തിൻ്റെ തുടക്കവും തമ്മിൽ വളരെയധികം സാമ്യമുണ്ട്. സൂറത്ത് തൂറിൻ്റെ 17-ാമത്തെ ആയത്ത് സൂറത്തുൽ ഖലമിൻ്റെ 34-ാം ആയത്തുമായിട്ട് വളരെയധികം സാമ്യമുണ്ട്. സൂറത്ത് തൂറിൻ്റെ 21-ാമത്തെ ആയത്തിൻ്റെ അവസാന ഭാഗവും സൂറത്തുൽ മുദ്ദസിറിൻ്റെ 38-ാമത്തെ ആയത്തും ഏറെക്കുറെ ഒരേപോലെയാണ്. സൂറത്ത് തൂറിൽ ഇംരിഇൻ എന്ന പുല്ലിംഗ പദത്തിനനുസരിച്ച് കസബ, റഹീൻ അങ്ങനെ പുല്ലിംഗ രൂപത്തിൽ വന്നു. സൂറത്ത് മുദ്ദസിറിൽ നഫ്സ് എന്ന സ്ത്രീലിംഗ പദം വന്നതുകൊണ്ട് കസബയും റഹീനുമൊക്കെ സ്ത്രീലിംഗ രൂപത്തിൽ വന്നതായി കാണാം. ഇനി നമുക്ക് ഈ സൂറത്തിൻ്റെ പാരായണം കേൾക്കാം. സാധിക്കുന്ന ആളുകൾ കൂടെ പാരായണം ചെയ്യുക. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വത്തൂർ വകിതാബിൻ മസ്തൂർ ഫീ റഖ്ഖിൻ منشور والبيت المعمور والسقف المرفوع والبحر المسجور إن عذاب ربك لواقع ما له من دافع يوم تمور السماء مورا وتسير الجبال سيرا فويل يومئذ للمكذبين الذين هم في خوض يلعبون يوم يدعون إلى نار جهنم دعا هذه النار التي كنتم بها تكذبون أفسحر هذا أم أنتم لا تبصرون اصلوها فاصبروا أو لا تصبروا سواء عليكم إنما تجزون ما كنتم تعملون إن المتقين في جنات ونعيم فاكهين بما آتاهم ربهم ووقاهم ربهم عذاب الجحيم كلوا واشربوا هنيئا بما كنتم تعملون متكئين على سرر مصفوفة وزوجناهم بحور عين والذين آمنوا واتبعتهم ذريتهم بإيمان ألحقنا بهم ذريتهم وما ألتناهم من عملهم من شيء كل امرئ بما كسب رهين وأمددناهم
وفاكهة ولحم مما يشتهون يتنازعون فيها كأسا لا لغو فيها ولا تأثيم ويطوف عليهم غلمان لهم كأنهم لؤلؤ مكنون وأقبل بعضهم على بعض يتساءلون قالوا إنا كنا قبل في أهلنا مشفقين فمن الله علينا ووقانا عذاب السموم إنا كنا من قبل ندعوه إنه هو البر الرحيم فذكر فما أنت بنعمة ربك بكاهن ولا مجنون أم يقولون شاعر نتربص به ريب المنون قل تربصوا فإني معكم من المتربصين أم تأمرهم أحلامهم بهذا أم هم قوم طاغون أم يقولون تقوله بل لا يؤمنون فليأتوا بحديث مثله إن كانوا صادقين أم خلقوا من غير شيء أم هم الخالقون أم خلقوا السماوات والأرض بل لا يوقنون أم عندهم خزائن ربك أم هم المسيطرون أم لهم سلم يستمعون فيه فليأت مستمعهم بسلطان مبين أم له البنات ولكم البنون أم تسألهم أجرا فهم من مغرم مثقلون أم عندهم الغيب فهم يكتبون أم يريدون كيدا فالذين كفروا هم المكيدون أم لهم إله غير الله سبحان الله عما يشركون وإن يروا كسفا من السماء ساقطا يقولوا سحاب مركوم فذرهم حتى يلاقوا يومهم الذي فيه يصعقون يوم لا يغني عنهم كيدهم شيئا ولا هم ينصرون وإن للذين ظلموا عذابا دون ذلك ولكن أكثرهم لا يعلمون واصبر لحكم ربك فإنك بأعيننا وسبح بحمد ربك حين تقوم ومن الليل فسبحه وإدبار النجوم. ഇനി ഒരു 2 ദിവസങ്ങൾ കഴിഞ്ഞാൽ ഈ സൂറത്തിൻ്റെ പരീക്ഷയുണ്ടാവും. പരീക്ഷയും പരിശുദ്ധ ഖുർആൻ പഠിക്കാനുള്ളൊരു മാർഗ്ഗമായിട്ടാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതല്ലാതെ അതിൽ എത്ര മാർക്ക് കിട്ടും എന്നുള്ളതല്ല. അതുകൊണ്ട് എല്ലാ ആളുകളും പരീക്ഷ എഴുതാൻ ശ്രദ്ധിക്കുക.
ആ പരീക്ഷയിലൂടെ കുറേ കാര്യങ്ങൾ നമുക്ക് പഠിക്കാൻ സാധിക്കും. എത്ര തെറ്റുകൾ വന്നു, എത്ര ശരി കിട്ടി എന്നുള്ളതല്ല, മിക്കവാറുമൊക്കെ തെറ്റിയ കാര്യങ്ങൾ പിന്നെ ഒരിക്കലും നമ്മൾ മറക്കാൻ സാധ്യതയില്ല. പിന്നെ പരീക്ഷ എഴുതുമ്പോഴും നമ്മളതിന് ശേഷം എന്തൊക്കെയാണ് ശരി ഉത്തരം എന്നുള്ളത് ഒന്നും കൂടെ മനസ്സിൽ ഉറപ്പിക്കുകയും ചെയ്യുമല്ലോ. അപ്പോൾ അതുവഴിയൊക്കെ നമുക്ക് പരിശുദ്ധ ഖുർആൻ കൂടുതൽ ആഴങ്ങളിൽ പഠിക്കാൻ സാധിക്കുമെന്നുള്ളതാണ് പരീക്ഷയുടെ പ്രത്യേകത. പരീക്ഷ എന്ന് പറയുമ്പോൾ ആകെ 20 ചോദ്യങ്ങളേ ഉള്ളൂ. ഓരോ ചോദ്യത്തിനും 4 ഉത്തരങ്ങൾ തന്നിരിക്കും. അതിൽ ശരിയുത്തരം കണ്ടുപിടിക്കുക മാത്രമല്ലേ വേണ്ടുള്ളൂ. അപ്പോൾ അത് വളരെ എളുപ്പമാണ്. ആ പരീക്ഷയുടെ ലിങ്ക് ഇതേ ക്ലാസ്സിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ 2 ദിവസത്തിന് ശേഷം കിട്ടും. അള്ളാഹു പരിശുദ്ധ ഖുർആൻ ഏറ്റവും നല്ല രൂപത്തിൽ പഠിക്കുവാനും അത് ജീവിതത്തിൽ പകർത്തുവാനും കഴിവിൻ്റെ പരമാവധി മറ്റുള്ള ആളുകൾക്ക് എത്തിച്ചു കൊടുക്കുവാനുമുള്ള സന്മനസ്സും തൗഫീക്കും സൗഭാഗ്യവും നമുക്ക് ഏവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. വാഹിർ ദവാൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.